ഹലോ ഗൈസ്, അപ്പം നമ്മൾ ഇന്നത്തെ ഒരു പുതിയ വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് സ്റ്റൈലസ് ആണ്. എന്ന് വെച്ചാൽ എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഫോണിൽ ഇങ്ങനെ നമ്മൾ സ്വൈപ്പ് ചെയ്യുകയൊക്കെ ചെയ്യുമ്പോൾ ഫോണിൽ നമ്മൾ എന്ത് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്കൊരു പെണ്ണ് ചില ഫോണിൻ്റെ നമുക്ക് കിട്ടാറുണ്ടല്ലേ. അപ്പോൾ അത് ഉണ്ടാക്കുന്നത് ആ ഒരു പെണ്ണിനാണ് സ്റ്റൈലസ് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് വേറെ ഒരു പെണ്ണ് മാത്രം, പെണ്ണും നമ്മൾ ചെവിയിൽ കുത്തുന്ന ബഡ്സും പിന്നെ ഒരു കോപ്പറിൻ്റെ വയറ് മാത്രം മതി. ഈ വയറ് കിട്ടാൻ വേണ്ടിയിട്ട് നിങ്ങൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ നമ്മൾ വീട് പണിക്ക് അതിനൊക്കെ എടുക്കുന്ന വയറുണ്ടല്ലോ, അതിൽ നിന്ന് നിങ്ങൾ കട്ട് ചെയ്തെടുത്താൽ ഇത് കിട്ടും. അല്ലാതെ വാങ്ങാനും കിട്ടും. ഞാനിവിടെ നിന്ന് കട്ട് ചെയ്തെടുത്തേക്കാണ്. ഇതെന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ഞാനിവിടെ ഒരു ലെക്സി പെന്നാണ് എടുത്തത്. പെന്നിനെക്കാട്ടി ഒരിത്തിരി സൈസ് കൂടുതലുള്ള, നീളം കൂടുതലുള്ളതാണ് എടുക്കാൻ. അതിൻ്റെ പെന്നിൻ്റെ ബാക്കിലുള്ള ഓട്ടയിലേക്കൊരു 5-6 സെൻറ്റിമീറ്റർ മടക്കി വെച്ചിട്ട് ആ ഭാഗം അതിൻ്റെ ഉള്ളിലേക്ക് നമ്മൾ ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ബാക്കി ഭാഗം നമ്മൾ വലിച്ച് നീട്ടിയിട്ട് ഫ്രണ്ടിലോട്ട് കൊണ്ടുവരുന്നുണ്ട്, നിബ്ബിടുന്നുണ്ട്. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ടെന്നറിയോ, അതിന് മുന്നേ തന്നെ വേണമെങ്കിൽ ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാം. ജസ്റ്റ് നമ്മളെ ബഡ്സ് ഉണ്ടല്ലോ, അത് കുറച്ച് നീളത്തിലൊന്ന് കട്ട് ചെയ്തെടുക്കുക. വലിയ നീളം വേണ്ട, കണ്ടോ. ഇതുപോലെ ഹാഫാക്കാൻ പറ്റുമെങ്കിൽ ഹാഫാക്കിയിട്ട് ഇങ്ങനെ കട്ട് ചെയ്തിട്ട് നമ്മൾ നിബ്ബിൻ്റെ ഇതിൻ്റെ ഓട്ടേൻ്റെ ഉള്ളിൽ കൂടെ ഇടുന്നുണ്ട്. അതിനുശേഷം നമ്മൾ നേരത്തെ കറക്റ്റാക്കി ഉള്ളിൽ ഒരു 5-6 സെൻറ്റിമീറ്റർ നീളമുള്ള വയർ കുത്തി വെച്ചില്ലേ, അത് നീട്ടിയ ആ ഒരു സൈഡിൽ കൂടെ നീട്ടിയ ആ വയറിൻ്റെ ബാക്കി ആ ബഡ്സിലൊന്ന് ചുറ്റി കൊടുക്കുന്നുണ്ട്. കണ്ടോ, ബഡ്സിലിങ്ങനെ ചുറ്റി കൊടുക്കുകയാണ് നമ്മൾ. ചുറ്റി കൊടുത്ത് ഇങ്ങനെ കെട്ടിയാലും മതി, ചുറ്റി കൊടുത്താലും അങ്ങനെ തന്നെയാവും. ഇങ്ങനെ ചുറ്റി കൊടുത്താൽ നമ്മളെ സംഭവം റെഡി ആയിട്ടുണ്ട്. അതുകൊണ്ട് അത്ര കുറച്ച് പരിപാടി മതി. നല്ലോണം കെട്ടി കൊടുത്തിട്ട് കുറച്ച് ടൈറ്റ് ആക്കുക. അപ്പോൾ നമ്മൾ ഏകദേശമൊക്കെ സെറ്റായി. ഇനി എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ഒരു മൂടി വെള്ളം എടുക്കുക. അത് മൂടി വേണ്ട, കുറച്ച് വെള്ളം കയ്യിൽ വിരലാക്കിയിട്ട് ജസ്റ്റ് ബഡ്സിലിങ്ങനെ തേച്ച് കൊടുക്കുക. കുറച്ച് വെള്ളം. ഈ സ്ക്രീനൊക്കെ പൊട്ടിയ ഇതാണെങ്കിൽ കുറച്ച് വെള്ളം തേച്ചാൽ മതി കേട്ടോ. കുറച്ച് വെള്ളമാക്കിയിട്ട് ഈ വെള്ളം ഡ്രൈ ആകുമ്പോൾ വീണ്ടും ഒരിത്തിരി വെള്ളത്തിൽ മുക്കുകയാണെങ്കിൽ നമുക്ക് വീണ്ടും ചെയ്യാൻ പറ്റും. അപ്പോൾ ഈ പെട്ടെന്നൊന്നും ഡ്രൈ ആവില്ല. നമുക്ക് ഇത് ഒരു ഫോണേ അവൈലബിൾ ആയിട്ടുള്ളൂ, അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ചെയ്തിട്ടുള്ളത്. കണ്ടോ, ഫോട്ടോ എടുക്കാം ക്യാമറയിൽ, പിന്നെന്താ നമുക്ക് പോസൊക്കെ ചെയ്യാം, നിർത്താം, അങ്ങനെ പലതും ചെയ്യാം. എന്തായാലും നല്ലോണം സ്ക്രീനിൽ കഴിയും. ബൈ ബൈ, അടുത്ത വീഡിയോയിൽ കാണാം.